യഥാർത്ഥ ആനന്ദം എന്നത് ജീവിത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന വേദനകൾക്ക് ശേഷം കടന്നു വരുന്നതാണ്. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇയാൾ വളരെയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തു, വേദനകളിലൂടെ കടന്നുപോയി. ഒരു നല്ല ദൈവവിശ്വാസിയും ബൈബിൾ വചനങ്ങളുമൊക്കെ തൻ്റെ പ്രസംഗങ്ങളുടെ ഭാഗമാക്കി മാറ്റിയ വ്യക്തി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് ശില്പി അഥവാ കലാകാരൻ തൻ്റെ സൃഷ്ടി രൂപപ്പെടുത്തുന്നത് പോലെ കൃത്യമായ കണക്കുകളോടെ അദ്ദേഹം രാപ്പകൽ കഠിനാധ്വാനം ചെയ്തു. ജീവിത അനുഭവങ്ങളുടെ വേദനകളിലൂടെ കടന്നുപോയി. ഫലമോ വിജയം. അതെ, യഥാർത്ഥ ആനന്ദം എന്നത് ജീവിത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന വേദനകൾക്ക് ശേഷം കടന്നു വരുന്നതാണ്. നാം അനുദിനം കടന്നു പോകുന്ന വേദനയും പ്രയാസങ്ങളും ചില അനുഭവങ്ങളുമൊക്കെ പുതിയൊരു സൃഷ്ടിയെ നമുക്ക് നൽകുന്നുണ്ട്. സൃഷ്ടിയുടെ സൗന്ദര്യം അതിനു പുറകിലെ വേദനയാണ് എന്ന് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു ജീവൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും ആ അമ്മ ഓർമ്മിക്കുന്നില്ല. ഈറ്റ് നോവ് പുതിയൊരു ജീവന് വേണ്ടിയുള്ള നോവാണ്. ഭൂമിയിൽ സൃഷ്ടി നടക്കുന്നത് ഈ ഈറ്റ് നോവിലൂടെയാണ്. കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെ ഒരു സ്ത്രീയുടെ ഈറ്റുനോവിനോടാണ് ഏശയ്യ ഉപമിക്കുന്നത്. ഏശയ്യ 26-17 സഭകളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നതിന് പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെ ഈറ്റുനോവിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-11 പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന് വേണ്ടി, പാപത്തിൽ നിന്നും മാറി വിശുദ്ധിയുടെ ജീവിതത്തിന് വേണ്ടി, പ്രശ്നങ്ങളിൽ നിന്നും സമാധാനത്തിനായി, ജീവിത വിജയത്തിന് വേണ്ടി നാം എടുക്കുന്ന ഓരോ വേദനകളും അഥവാ ഈറ്റുനോവുകളും സ്ഥായിയല്ല, സ്ഥിരമല്ല. അത് പിന്നീട് സന്തോഷമായി മാറും. വരാനിരിക്കുന്ന വലിയ നന്മയാണ് ഇപ്പോഴുള്ള നമ്മുടെ ഓരോ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എന്ന് നാം തിരിച്ചറിയണം. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും എന്ന് വചനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-20 പറയുന്നു, നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ആമേൻ.